ഈ ഒരു പ്രൊജക്ടിലേക്ക് എത്തിയത് ഇവരെ ക്രൂവിനെ അറിയുമായിരുന്നു. ഞാൻ ചോദിച്ചാൽ നിങ്ങളൊരു നിഷാദക്കായിട്ട് നമ്മൾ പരിചയം. നിഷാദക്കായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടുന്ന സിനിമയായിട്ട് അല്ല. ഞാൻ ചെറിയ കണ്ടന്റ് ക്രിയേഷൻ പരിപാടികളൊക്കെ ചെയ്തപ്പോൾ എന്റെ കുറച്ച് റീലുകൾ, നമ്മളെ കുറച്ച് കണ്ടന്റുകൾ, കുറച്ച് വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിഷാദക്കും കൂടി ചേർന്നിട്ട്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാ ത്രൂ നമ്മൾ റിലീസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് റൈറ്ററും അതെ ഹീറോ ആയിട്ടും ഒക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആ ഒരു ടീമൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ അന്നും ഈ സംഭവങ്ങൾ ചെയ്തത്. പിന്നീടാണ് ഒരു സിനിമ എന്തുകൊണ്ട് ചെയ്തുകൂടാ, അതും വ്യത്യസ്തമായിട്ട് ഒരു ഫോണിൽ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൂടാ. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഉണ്ട്, അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു സംഭവമല്ല. അതെ അതെ, ഫുൾ ഓഫ് ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മള് എന്തുകൊണ്ട് ഇതിൽ എടുത്തുകൂടാ എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനൊരു സംഭവ ആശയം വന്നത്. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഇതൊരു എക്സ്പെരിമെന്റ് ആണെങ്കിലും നമ്മളിതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഡൗട്ട് എങ്ങനെ വരും. ഇപ്പൊ തിയേറ്ററിൽ ഇറക്കുന്ന ഒരു പടമാണ്, നമ്മൾ ഈ ചെറിയ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ. അതിൽ വരുമ്പോൾ നമ്മുടെ സ്ക്രീൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ, ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിന്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴൊക്കെ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ സാധനം ഔട്ട് വന്നിട്ടുണ്ട്. അതായത് ടെക്നിക്കൽ വൈസ് വേറെ ക്യാമറയിലാണ് പിടിച്ചതെന്നൊന്നും പറയാണ്ട് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇതേപോലെ ഫോണിൽ തന്നെയാണ്. സിനിമ ചെയ്യുമ്പോഴും ഫോണിലാണ്, പക്ഷെ അതിന് വേറൊരു ഔട്ടാണ്. അത് വേറെ ഔട്ടാണ്. അതായത് ക്യാമറയ്ക്ക് പകരം ഈ ഒരു ഐഫോണാണ്, ബാക്കി എല്ലാതും ലൈറ്റ്സും കാര്യങ്ങളും ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. ഒരു 5-6 ഫൈറ്റ് സീൻസ് പുള്ളിക്കാരൻ ഒറ്റ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് 2 കോർണറിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവം, അത് ഇവിടുന്ന് എടുക്കും, അതേ സെയിം സംഭവം ആയിട്ട് അവിടെ നിന്ന് എടുക്കും. അങ്ങനെ അതെ അതെ അതെ, നിഷാദക്ക് തന്നെയാണ് എന്റെ DOP ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു 5-6 കാര്യങ്ങളോളം ഒരുമിച്ച് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാനും ടിറ്റാട്ടനും പിന്നെ രഞ്ജിത എന്ന് പറഞ്ഞ ടിറ്റാട്ടന്റെ പേരായിട്ട് ചെയ്യുന്ന അന്ന, പിന്നെ കുറെ പേരുണ്ട്, ഒരു 80ഓളം പുതുമുഖങ്ങൾ തന്നെയുണ്ട്. ഫിൽഡറായിട്ട് ടിറ്റാട്ടനാണ്. ടിറ്റാട്ടന് പിന്നെ ടിറ്റാട്ടനും ഷാദൊക്കെ ആയിട്ട് സൗഹൃദമുണ്ട്. അപ്പൊ ആ ഒരു ബേസിൽ പിന്നെ ടിറ്റാട്ടൻ പറ്റിയൊരു ക്യാരക്ടറാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിനെ ഫിക്സ് ചെയ്തു. ഇപ്പൊ ഇതില് ആദ്യമായിട്ടായതുകൊണ്ട് ഇവര് മുമ്പ് ക്യാരക്ടറൊക്കെ പറഞ്ഞു പഠിച്ചിട്ടാണോ അതൊക്കെ വന്നത്, അതോ അവിടെ വന്നിട്ടാണോ അതൊക്കെ അറിഞ്ഞത്? ഇല്ല, ഇക്ക വിളിച്ച് എന്താ ഒരു ചെറിയൊരു ഇത് തന്നു, എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. അപ്പൊ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. എനിക്കും കുറച്ച് എന്തൊക്കെയോ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പറഞ്ഞ് അന്നേരം തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് പോകാനായിട്ട് ഭയങ്കര ഒരു താല്പര്യം, ഇഷ്ടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മൂവിയിലുള്ള വേറെ ആൾക്കാരെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടേക്കുന്നത് നിഷാദിക്ക, ദേവ. ഇല്ല, അത് ഒരു കഥ വെച്ചിട്ട് സ്പോട്ടിൽ ഡയലോഗ് ഇങ്ങനെ വരും. പിന്നെ എന്താ ഇടുക്കി ആ ഒരു ആളുടെ സ്ലാങ് വരണമായിരുന്നു. അതിപ്പോ നോർമലായിട്ട് ഇന്ന കാര്യം സംസാരിക്കുമ്പോൾ അത് ഞാൻ എന്റെ രീതിയിൽ അങ്ങനെ പറയുന്നത്, ആ ഒരു രീതിയിൽ അങ്ങനെ സംസാരിക്കാണ്. ഡയലോഗൊക്കെ അങ്ങനെ ആദ്യമേ നിഷാദിക്ക വിളിച്ച് സംസാരിക്കുമ്പോ എന്താ എന്റെ സംസാരം എന്നാന്ന് കേൾക്കാനായിട്ട് കാഷ്വൽ ആയിട്ട് ചുമ്മാ വർത്താനം അങ്ങനെ പറയും. നിഷാദിക്ക ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് വേറൊരു സ്ലാങ്, നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വേറെ എന്തോ ഒരു ഇതാ, തൃശ്ശൂർ ഭാഷ. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇത്. അപ്പൊ എന്നോട് ആദ്യം കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് എന്റെ മറുപടികൾ വരുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നിഷാദിക്ക നീ ഓക്കെയാണ് അങ്ങനെ സംസാരിച്ചു.